നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഹൗ ടു ക്യാൻസൽ അഡ്വക്കേറ്റ് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഹൗ ടു ചേഞ്ച് അഡ്വക്കേറ്റ്, വാട്ട് ഈസ് എ പ്രൊസീജിയർ, എങ്ങനെയാണ് നിലവിലെ വക്കീലിനെ മാറ്റേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്. അപ്പോൾ 1.5 വർഷം ഞാൻ എൻ്റെ ഒന്നാം വക്കീലിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നീട് മാറ്റേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ നേരിട്ട് ഇത് ചെയ്ത വ്യക്തിയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് സിമ്പിളായിട്ട് തീരുമെന്നാണ് വിചാരിച്ചത്. കാരണം എല്ലാ ഫീസൊക്കെ അടച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ അത്ര ഈസി ആയിട്ടല്ല അത് അനുഭവപ്പെട്ടത്. ധാരാളം റെസിസ്റ്റൻസും ഒക്കെ നേരിട്ടു. പക്ഷേ പിന്നീട് അത് രമ്യമായിട്ട് തന്നെ പരിഹരിച്ചു. അപ്പോൾ ആ ഒരു വേളയിൽ ഉണ്ടായ അനുഭവം കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കത് നേരിടാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ്. ആദ്യമേ നിങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്, കൂടുതൽ ആളുണ്ടായിരിക്കണം. ഫോർ ക്വാളിറ്റി പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഒരു അഡൽട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഒരാൾ മിനിമം നിങ്ങളുടെ കൂടെ സാധാരണ വരുന്ന ഒരു എൽഡർലി പേഴ്സൺ. രണ്ടാമത്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കൈപ്പറ്റിയ ശേഷം മാത്രമേ ഈ വിഷയം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും പകർപ്പ് കോടതിയിലുണ്ട്, കോടതിയിൽ നിന്ന് എടുക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പുതിയ വക്കീലിനെ ഏൽപ്പിക്കേണ്ട രേഖകളെല്ലാം നിങ്ങളുടെ പേഴ്സണൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കോപ്പി ഉണ്ടാവും. ഇനി എന്തെങ്കിലും പെറ്റീഷൻ, കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷൻ്റെ ഒക്കെ പകർപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആ പകർപ്പൊക്കെ കൈപ്പറ്റിയ ശേഷം മാത്രമേ അതിന് ശേഷം അവതരിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ അടുത്ത വക്കീലിനൊക്കെ ഹാൻഡ് ഓവർ ചെയ്യല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാ പേയ്മെൻറ്റ്സും തുടക്കത്തിലുള്ള എല്ലാ പേയ്മെൻറ്റ്സും എല്ലാം തന്നെ ഒന്നാം ദിവസം മുതൽ തന്നെ ഫീസെല്ലാം ബാങ്ക് വഴി വേണം കൊടുക്കാൻ. അപ്പോൾ അത് നിങ്ങൾ പണം അടിച്ചെന്നുള്ള രേഖയായി. പിന്നെ ഈ വക്കീലിനെ മാറുക എന്നുള്ളത്, എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ആസ്പെക്ട്സ് അതിനകത്തുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് നമ്മളും പെരുമാറണം. നമ്മൾ അദ്ദേഹത്തിൻ്റെ എല്ലാ എഫേർട്ട്സും അപ്രീഷിയേറ്റ് ചെയ്യണം. തുടക്കത്തിലെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നീട് പറയുക, ഇങ്ങനെ ഒരു കാരണം പറയണമല്ലോ നമ്മൾ വക്കീലിനെ പറയുമ്പോൾ. സാധാരണ പറയുന്ന കാരണം സീനിയർ വക്കീലിനെ തേടി പോകാമെന്നാണ് നമ്മൾ പറയുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ജനറൽ റീസണാണ്, കേൾക്കുമ്പോൾ തെറ്റില്ലാത്തൊരു റീസണാണ്. യാതൊരു കാരണവശാലും നമുക്ക് ആ വ്യക്തിയുടെ, ആ വക്കീലിൻ്റെ, നിലവിലുള്ള വക്കീലിൻ്റെ കുറ്റങ്ങളോ കുറവുകളോ അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. അതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയ കാലഘട്ടത്തിൽ പരമാവധി ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ വക്കീലിനെ മാറുന്നത്. അപ്പോൾ ആ മാറ്റങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ മാറില്ല. അപ്പോൾ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു ജനറൽ റീസൺ പറഞ്ഞ് അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡോക്യുമെൻ്റ് കിട്ടാണ്ടെങ്കിൽ അതും സൂചിപ്പിച്ച് അതിൻ്റെ പകർപ്പൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം തരേണ്ടതാണ് ലീഗലി. നിങ്ങളുടെ പകർപ്പുകളൊക്കെ അദ്ദേഹം കൈവയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു കോപ്പി വേണമെങ്കിൽ അദ്ദേഹത്തിന് വയ്ക്കാം, മറ്റൊരു കോപ്പി നിങ്ങൾക്ക് പകർപ്പെടുക്കാൻ തരേണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിന് ഫീസ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കണം. സാധാരണഗതിയിൽ നിങ്ങളുടെ ഫീസൊക്കെ ബന്ധപ്പെട്ട വക്കീലന്മാരൊക്കെ അഡ്വാൻസ് ആയിട്ട് മേടിക്കും. അങ്ങനെ ഡ്യൂസൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് വേറൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മളെല്ലാം വിചാരിക്കും ഇത് വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ഇത് പോകത്തില്ല, എൻ്റെ അനുഭവത്തിൽ പോയിട്ടില്ല. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ ഒരു പക്വത കാണിച്ചു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാം. ധാരാളം പ്രൊവോക്കേഷൻ മറുഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ കാരണം അവരെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ ഒരു ക്ലയൻറ്റ് പോകാന്നുള്ളത് അവർക്ക് പ്രത്യേകിച്ച് സിവിൽ കേസൊക്കെ ആണെങ്കിൽ 10-12 വർഷം ഓടുന്ന കേസാണ്. അവർക്ക് വരുമാന നഷ്ടമുണ്ട്. പിന്നെ അവരുടെ പേരിനെ ഒരു പരിധിവരെ ബാധിക്കും കസ്റ്റമർ പോയി കഴിഞ്ഞാൽ. അതൊക്കെ കാരണം അവർ മാക്സിമം ആദ്യമേ അവർ നയം ഉപയോഗിച്ച് പിടിച്ചു നിർത്താൻ നോക്കും. പിന്നെ അത് കേൾക്കുന്നില്ലെങ്കിൽ അവർ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കും. പിന്നെ ബെസ്റ്റ് ടൂൾ എൻ്റെ അനുഭവത്തിൽ കേട്ടിരിക്കുക എന്നുള്ളതാണ്. കേട്ടിരിക്കുക, പിന്നെ സൈലൻസ്. നമ്മളതിനൊക്കെ മറുപടി പറയുന്നത് ഞങ്ങൾ തീരില്ല, അതിങ്ങനെ കയറി തൃശ്ശൂർ പൂരം പോലെ പോവുള്ളൂ. അതുകൊണ്ട് രണ്ടുപേർക്കും ഗുണമില്ല. മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകണമല്ലോ, അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ ഇടയ്ക്ക് നിങ്ങളോട് ഒരു പക്ഷേ ചോദിക്കും, ആരെയാണ് കൊണ്ട് ഏൽപ്പിക്കണേ കേസെന്ന്. ഇത് ഒരു കാരണവശാലും പറയരുത്. കാരണം എൻ്റെ ഒരു ഹിഡൻ അജണ്ട എന്താ വെച്ചാൽ, നിങ്ങൾ എന്നൊരാളുടെ പേര് പറഞ്ഞു, എൻ്റെ വലിയൊരു സാധ്യത അദ്ദേഹം എനെ കോണ്ടാക്ട് ചെയ്യും, പറയും ഇങ്ങനെ കക്ഷി ചാടിക്കളിക്കുന്ന കക്ഷിയാണ്, വക്കീലന്മാരെ ചാടിക്കളിക്കുകയാണ്, ഞാൻ ഈ കേസ് നല്ല രീതിയിലാണ് കൊണ്ടുപോകണത് സാർ, അതുകൊണ്ട് അദ്ദേഹത്തിനെ വന്ന് ബന്ധപ്പെടുമ്പോൾ എനിക്ക് തിരിച്ചയക്കണം, എനിക്ക് കേസ് മുന്നോട്ടുണ്ടാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സീനിയർ വക്കീലിനോട് പറയുമ്പോൾ സീനിയർ വക്കീൽ സ്വാഭാവികമായിട്ട് കേസ് ഏറ്റെടുക്കില്ല. കാരണം ജൂനിയർ വക്കീലന്മാർ അത് ചെയ്ത് പഠിച്ചോട്ടെ എന്ന രീതിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ പറയും, ഇല്ല അത് നിങ്ങളുടെ നിലവിലത്തെ വക്കീൽ ചെയ്തോളും, നിങ്ങൾ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിൽ അവർ തിരിച്ചയക്കും. അത് നിങ്ങൾക്ക് ദോഷമാണ്. നമ്മൾ കേസ് നടത്തുന്നത് ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമ്മുടെ ഭാവി അതിൽ കിടന്ന് നമ്മുടെ ഭാവിയാണത്. അത് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാം. അതുകൊണ്ട് ബാഡ് മൗത്തിങ്ങിന് സാധ്യതയുണ്ട്, വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വക്കീൽ മാറുമ്പോൾ പുതിയ മാറുന്ന വക്കീലിനെ അറിയിക്കേണ്ട യാതൊരു ലീഗൽ ഒബ്ലിഗേഷനും നമുക്കില്ല. നാലാമത്തെ പോയിന്റ്, ഇനി എക്സ്ക്യൂസ് ഫ്രം ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ കേസ് അദ്ദേഹം പ്രസ് ചെയ്യാന്ന് വെച്ചോ, നിങ്ങളുടെ കേസ് ഞാൻ എത്ര നാളെ നോക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വക്കീലിൻ്റെ പേര് പോലും പറയാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം സെൻറ്റിമെൻ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജനറൽ എക്സ്ക്യൂസ് പറഞ്ഞാൽ മതി. അത് തീരുമാനിച്ചിട്ടില്ല, ഏതെങ്കിലും സീനിയർ വക്കീലിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം, 3-4 പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂട്രലായിട്ട് നിന്നാൽ മതി. അതല്ലേ നിങ്ങൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു 2-3 പേരുണ്ടാവും, അവരുടെ പേര് ഒരു കാരണവശാലും പറയരുത്. ഷോർട്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും വക്കീലന്മാരുടെ പേര് പറഞ്ഞാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും പറ്റും. ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ മറുപടി പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി ഇത്രയൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം, സാറ് എൻ്റെ കേസിൻ്റെ NOC തരാൻ, NOC തന്ന സഹായം, NOC സാറിൻ്റെ NOC എനിക്ക് വേണം, കേസ് നമ്പറിൻ്റെ എന്നിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹം സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത വക്കാലത്തുണ്ടല്ലോ, ആ വക്കാലത്ത് അദ്ദേഹം എടുത്തിട്ട് അതിലെഴുതും അങ്ങനെ കേസ് ഒഴിയാണ്, എന്നിട്ട് അദ്ദേഹം പേരെഴുതി ഒപ്പിടും. ഇതാണ് ഈസി വഴി. രണ്ടാമതൊരു വഴി വെച്ചാൽ ചിലവർ വക്കാലത്ത് അവരുടെ കൈവശം തന്നെ വയ്ക്കും, പകരം ഒരു വെള്ള പേപ്പറിൽ ഈ പറയുന്ന NOC എഴുതും. അതിനകത്ത് എഴുതിയ അവസാനം അദ്ദേഹത്തിൻ്റെ പേരും അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ പേര്, അസിസ്റ്റൻസൊക്കെ ഉണ്ടാവില്ല, അവരുടെ പേര്, അതായത് നിങ്ങളുടെ വക്കാലത്ത് ആരാണ് എടുത്തത് ആ വക്കീലിൻ്റെ പേരെന്തായാലും വേണം, അദ്ദേഹം ഒപ്പിടണം, സ്റ്റാമ്പ്, ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അതിൽ വൃത്തിയായിട്ട് പറഞ്ഞാൽ കണ്ടൻറ്റ് കൃത്യമായിരിക്കണം. കണ്ടൻറ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ കേസിൽ നിന്ന് ഒഴിയാണ് എന്നുള്ള ഭാഷ അതിലുണ്ടായിരിക്കും. NOC എന്ന് അതാണല്ല, എനിക്കിനകത്ത് എനിക്ക് കിട്ടേണ്ട ഫീസൊക്കെ കിട്ടി, ഒരു ഒബ്ജക്ഷനും ഇല്ല, വക്കാലത്ത് നിന്ന് ഒഴിയാന്നുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് അതിനകത്ത് വരണം. ഓക്കെ. ഇതിനകത്ത് വേറൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ NOCക്ക് ചെന്നിട്ട് അദ്ദേഹം തരാതിരിക്കുന്നു എന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോവുകയാണ്, തരാമെന്ന് നീട്ടിക്കൊണ്ടു പോകുന്നു, ഡിലേ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുന്നു. ഇതിന് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ സിമ്പിൾ ഓപ്ഷൻ, ഇത് വർക്ക് ചെയ്യുന്ന ഓപ്ഷനാണ്, നിങ്ങൾക്ക് സമയം അല്പം ക്ഷമയൊക്കെ ഉണ്ട് ചെയ്യാവുന്നുള്ളൂ.
ഞങ്ങളുടെ അടുത്ത് റിഫ്യൂസ് ചെയ്തു, തരില്ല. എന്തായാലും ഒരു വെറും 2 മിനിറ്റ് കാര്യമാണ്, പക്ഷെ ചെയ്തു തരുന്നില്ല. മാത്രമല്ല അദ്ദേഹം തിരക്ക് പിടിച്ച് പോകാൻ നിൽക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കാൻ അവസ്ഥയിലുണ്ടെങ്കിൽ അടുത്ത ദിവസം പോകണം. പോകുമ്പോൾ രാവിലെ തന്നെ പോകണം, അദ്ദേഹം ഓഫീസ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് ചില സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. 10 മണിക്ക് ഓഫീസ് തുടങ്ങി 10 മണിക്ക് തന്നെ ചെല്ലുക. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളായിട്ട് പോകണം. നിങ്ങളുടെ അച്ഛനോ അമ്മാവനോ കൂടെ ഒരു സ്ത്രീയോ ഒക്കെ ഉണ്ടാവണം. സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയോ ഭാര്യയോ ആരാ വെച്ചാൽ കൂടുതൽ ആളുകൾ ഉണ്ടാവണം. അതിനും സൈക്കോളജിക്കലായുള്ള റിസൾട്ട് ഉണ്ട്, സ്ട്രാറ്റജിയാണത്. വീണ്ടും NOC ആവശ്യപ്പെടുക. എങ്ങനെ 1-2 വിസിറ്റിനുള്ളിൽ ഓരോ വിസിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അവസാനം നിങ്ങൾക്ക് അദ്ദേഹം NOC എഴുതരും. കൂടാതെ പറ്റുമെങ്കിൽ ഈ ആദ്യത്തെ വിസിറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങളുടെ പരിചയക്കാരെ കൂട്ടി പോയി കണ്ട് ഇങ്ങനെ NOC തരുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫീസൊക്കെ കൊടുത്താണെന്നും ഞങ്ങൾക്ക് അത് കേസ് മറ്റൊരാളെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ ഫാമിലി മെമ്പേഴ്സും അവരുടെ ഈ വക്കീലിനോട് പറയും, വേണ്ട ചെയ്ത് കൊടുക്കാൻ പറയും. ഇതെല്ലാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 2ാമത്തെ വിസിറ്റിൽ 3ാമത്തെ വിസിറ്റിൽ അദ്ദേഹം NOC എഴുതിത്തരും. NOC എഴുതിത്തരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. പല രീതിയിൽ അവർ ചെയ്തു തരും. അവർ ചിലപ്പോൾ നിങ്ങളുടെ NOC എടുത്തിട്ട് അതിനകത്ത് NOC ഒഴിയണ കാര്യമൊന്നും എഴുതരില്ല, ചുമ്മാ ഒരു ഒപ്പൊക്കെ ഇട്ട് തരും. അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ NOC ഒഴിഞ്ഞതിനുള്ള കൃത്യമായ ഭാഷ, നിങ്ങൾ റിലീസ് ചെയ്യുന്നുള്ള കൃത്യമായ ഭാഷ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അവിടെ നിന്ന് പോരുമ്പോൾ. ഇനി ഓപ്ഷൻ 1 നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓപ്ഷൻ 2 ഒരു വെള്ള പേപ്പറിൽ എഴുതുക, അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യും. അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് താഴെ പരിശോധിക്കാം. അത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കണം. അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് വേണം. തെളിവുണ്ടാക്കുന്നതാണ്, അദ്ദേഹത്തിന് എഴുതിയെന്നുള്ള തെളിവാണ്. അപ്പോൾ അതിലെന്താ പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ ഭാഗങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. 4 പോയിൻ്റ് ഉണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുകയാണ് വക്കാലത്ത് ക്യാൻസൽ ചെയ്യണം, അപ്പം ഞാൻ അദ്ദേഹത്തിനെ അറിയിക്കുകയാണ്. പിന്നെ രണ്ടാമത് എന്താ പറയണത്, ഞാൻ ഈ താഴെ പറയുന്ന പിന്നെ പറയുന്നത് നിങ്ങൾ താങ്കളുടെ എല്ലാ ഡ്യൂസും താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് വഴി അടച്ചിട്ടുള്ളതാണ്. കൂടാതെ ഈ പറയുന്ന ഡേറ്റിൽ ഞാൻ താങ്കളുടെ ഓഫീസിൽ വന്നിരുന്നു, NOC ആവശ്യപ്പെട്ടിരുന്നു, താങ്കൾ ഡിലേ ചെയ്യിപ്പിക്കണേൽ തന്നില്ല എന്നുള്ള കാര്യങ്ങളായിട്ട് പറയുക. പിന്നെ നിങ്ങളെന്താ പറയണത്, താഴെ പറയുന്ന കാരണങ്ങളാൽ വക്കാലത്ത് ക്യാൻസൽ ചെയ്യുകയാണ്. എന്താണ് കാരണങ്ങൾ? എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാരണങ്ങൾ 2-3 എക്സാമ്പിൾസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, ABC എന്നും പറഞ്ഞ്. ഒന്നാമത്തെ കാരണം ഓഫീസിൽ വന്ന് താങ്കളെ കാണാൻ കിട്ടാറില്ല. രണ്ടാമത് കോടതിയുടെ ആയിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രസ് ഇല്ല, ഡോക്യുമെൻറ്റേഷനൊക്കെ പെൻഡിങ് ആണ്. പിന്നെ മൂന്നാമത് കോടതിയിൽ താങ്കൾ പ്രസൻ്റ് ആവുന്നില്ല കേസ് വിളിക്കുമ്പോൾ. പിന്നെ ബന്ധപ്പെട്ട രേഖകൾ കോടതി തരുന്നത് എനിക്കൊന്നും ഫോർവേഡ് ചെയ്ത് തരുന്നില്ല. അങ്ങനെ കുറച്ച് ബന്ധപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ വിട്ടുപോകാൻ ബാധിച്ചിട്ടുള്ള കാരണങ്ങൾ കോടതിക്കോ മറ്റൊരു വക്കീലിനോ ബോധ്യമാവുന്ന രീതിയിൽ എഴുതണം ആ ലെറ്ററിൽ. ഇതൊക്കെ എഴുതി ലെറ്റർ വിടുക, അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കിട്ടും. ഇതും ചേർത്ത് നിങ്ങളുടെ ഈ പരാതിയുടെ പകർപ്പും അക്നോളജ്മെൻറ്റ് സ്ലിപ്പും ചേർത്ത് നിങ്ങൾ പുതിയ വക്കീലിനെ കാണുക, അദ്ദേഹത്തിനെ അറിയിക്കുക. വക്കാലത്ത് NOC തന്നില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ വക്കാലത്ത് ഒഴിഞ്ഞായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ രേഖകളൊക്കെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വക്കീലിലേക്ക് മാറാം. ആ വക്കീൽ നിങ്ങളുടെ പുതിയ വക്കാലത്ത് കോടതിയിൽ ഫയൽ ചെയ്തോളൂ. ഇനി ഓപ്ഷൻ 3. ഓപ്ഷൻ 3ൽ നിങ്ങൾക്ക് കോടതിയിലൊരു ഓഫീസുണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. അതിന് ഷെറസ്തേദാർ എന്നാണ് ഓഫീസിൻ്റെ ഇൻചാർജിൻ്റെ പേര്. അതൊരു ഹിന്ദി വാക്കാണോന്ന് അറിയില്ല, അത് മലയാളമാണ്. ബേസിക്കലി ഈസ് ഇൻചാർജ്, ആ ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻചാർജാണ്. അവിടെയാണ് ഈ ഫയലിംഗ് കൗണ്ടറൊക്കെ ഉള്ളത്. ഈ ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് ഓഫീസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധപ്പെട്ട കോടതി, ഇപ്പോൾ മുനിസിപ്പൽ കോടതിയാണെങ്കിൽ മുനിസിപ്പൽ കോടതിയുടെ ഈ ഓഫീസിൽ പോവുക.
അദ്ദേഹത്തോട് പറയുക ഇങ്ങനെ നിലവിലത്തെ വക്കീലിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്, അദ്ദേഹം NOC തരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് പ്രോപ്പറായുള്ള ഗൈഡൻസ് തരും. ആ ഗൈഡൻസിൻ്റെ ബേസിക്കലി അതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പുതിയ നിങ്ങളുടെ കേസിൻ്റെ പോസ്റ്റിംഗ് ഡേറ്റ് അടുത്ത മാസം വിചാരിക്കുക. ആ പോസ്റ്റിംഗ് ഡേറ്റിൽ നിങ്ങളുടെ കേസ് വിളിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച ഒരു റിട്ടൺ കംപ്ലൈൻറ്റ് കേസ് വിളിക്കുമ്പോൾ നിങ്ങൾ കയറി ചെല്ലുകയും ജഡ്ജിനെ തലവണങ്ങി പറയുക, എനിക്കൊരു പരാതിയുണ്ട്, എൻ്റെ വക്കീൽ NOC തരുന്നില്ല, എനിക്ക് വക്കീലിനെ മാറ്റണം, അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി. ഈ പരാതി എഴുതിയത് ജഡ്ജിന് എഴുതിയത് കൂടെ നിങ്ങൾ വക്കാലത്ത് ക്യാൻസൽ ചെയ്യാൻ അയച്ച ലെറ്ററും അതിൻ്റെ അക്നോളജ്മെൻറ്റ് AD സ്ലിപ്പും എല്ലാം ചേർത്ത് ജഡ്ജിന് കൈമാറണം. ജഡ്ജ് അപ്പോൾ തന്നെ അത് കേട്ട് നിങ്ങൾക്ക് വക്കീലിനെ മാറാനുള്ള പെർമിഷനും ബാക്കിയുള്ള കാര്യങ്ങളും തരും. ഇതും ഓപ്ഷനാണ്, ഓപ്ഷൻ 3. ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്. പിന്നെ ഓപ്ഷൻ 4, ചുരുക്കം ചില ലോയേഴ്സ് മണി മൈൻഡഡ് ആണ്. അവർക്ക് ഈ NOC വേണമെന്ന് നിർബന്ധമില്ല. അവർ നിങ്ങളെ കേസ് എടുക്കും. കാരണം കോർട്ടിനകത്ത് നിർബന്ധമില്ല NOC വേണമെന്ന്. കോർട്ട് നോക്കിക്കാണുന്നത് ഓരോ ബന്ധപ്പെട്ട വക്കീലന്മാരും സർവീസ് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഫീസ് മേടിച്ചിരിക്കണമെന്നാണ്. മെയിനായിട്ട് ഇതിനകത്ത് ഫീസ് കൊടുത്തു എന്നാണ് നോക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം പ്രൊഫഷണൽ ലോയേഴ്സും അവിടെയാണ് നമ്മൾ പോകുന്നത്, അവിടെയാണ് നമുക്ക് വേണ്ടത്. അവർക്കൊരു ഹാപ്പി എക്സിറ്റ് കാണണം. അതായത് അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ പോകാൻ പോകുന്ന വക്കീൽ B ആണെങ്കിൽ Bക്ക് Aക്കും കോർട്ടിൽ കാണാനുള്ളതാണ്. അപ്പോൾ A നിങ്ങളുടെ നിലവിലത്തെ വക്കീലാണെങ്കിൽ അദ്ദേഹം Bനെ കാണുമ്പോൾ പറയരുത്, സാർ എന്തിനാണ് കേസ് ഏറ്റെടുത്തത്, എനിക്ക് അയാൾ പൈസ തരാണ്ട് എന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്നതല്ല. അത് Bനെ പോലുള്ള പ്രൊഫഷണൽ ലോയേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരു ഹാപ്പി എക്സിറ്റാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് അവർ NOC താല്പര്യപ്പെടും. അതുകൊണ്ട് NOC മേൽപ്പറഞ്ഞ എളുപ്പ വഴികൾ തന്നെ നേടാവുന്നേ. അത് ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി? ഇത് സിമ്പിളാണ്, ഇതിനകത്ത് കോംപ്ലിക്കേഷനകത്തില്ല. എന്തായാലും ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് വളരെ സഹായമാകും. അപ്പോൾ എനിക്ക് ഈ ഓപ്ഷൻസ് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനൊക്കെ കുറച്ച് സമയമെടുത്തു, ആഴ്ചകളെടുത്തു, പലരെയും ബന്ധപ്പെടേണ്ട വന്നു. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഡിസ്ക്ലെയിമർ. അപ്പോൾ എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി സിൻസിയറായിട്ട് ഇതിനകത്ത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ പൂർണ്ണതയോ അധികാരിതയോ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് കോട്ടം വരാതിരിക്കാൻ കൃത്യമായ ശ്രദ്ധ ചെലുത്തുകയും വേണമെങ്കിൽ ബന്ധപ്പെട്ട പ്രൊഫഷണൽസുമായി ബന്ധപ്പെട്ട് ചെയ്യുകയും ആവാം. എല്ലാം സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. അവസാനമായി, ഈ ഗൈഡൻസ് നിങ്ങളെ സഹായിച്ചു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്നെ കേട്ടതിൽ സന്തോഷം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.